മണ്ണാർക്കാട് ജ്വല്ലറിയിൽ പട്ടാപ്പകൽ ലഹരി സംഘത്തിന്റെ ആക്രമണം. മണ്ണാർക്കാട് ആശുപത്രിപ്പടിയിലെ കൈരളി ജ്വല്ലറിയിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ സംഭവം നടന്നത്. ആക്രമണത്തിൽ ജ്വല്ലറി ജീവനക്കാരനായ വിനോദിന് മർദ്ദനമേറ്റു. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ജ്വല്ലറിയിലെ സ്വൈപ്പിംഗ് മെഷീൻ വഴി പണം നൽകണമെന്ന് ലഹരിക്കടിമപ്പെട്ട നിലയിലെത്തിയയാൾ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ നിയമവിരുദ്ധമായ ഈ ആവശ്യം ജീവനക്കാർ നിരസിച്ചതാണ് അക്രമത്തിന് കാരണമായത്. ഇന്നലെ 4 മണിക്ക് ഒരുത്തൻ മദ്യപിച്ച് കടയിൽ കയറി വന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ തെറി പറയലും അങ്ങനെ കയ്യേറ്റം കയറും ചെയ്തു. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. കുറെ ശ്രമിച്ചു. അവനെ വീണ്ടും അറ്റാക്ക് ചെയ്തിട്ടാണ് അവൾ ഇറങ്ങിപ്പോയത്. ഞങ്ങൾ ഇവിടെ വിളിച്ച ആളോട് എത്തിയപ്പോഴേക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഈ സമയം ജ്വല്ലറി ഉടമ ബാബു സ്ഥലത്തുണ്ടായിരുന്നില്ല. ലഹരിയിലായിരുന്ന പ്രതി അകത്തു കയറി വിനോദിനെ മർദ്ദിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നയാൾ ജ്വല്ലറിയുടെ വാതിൽ അടച്ചുപിടിച്ച് പുറത്തുനിന്നവർ അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തു. അക്രമത്തിൽ ജ്വല്ലറിയിലെ ഫർണിച്ചറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു 4:45 ടൈമിനാണ് അവൻ കയറുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ഞങ്ങളുടെ ഷോപ്പിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ അവൻ കയറി വന്നിട്ട് കുറച്ച് പൈസ വേണം, ക്രെഡിറ്റ് കാർഡ് ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ സ്വൈപ്പിംഗ് മെഷീൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവനത് അംഗീകരിക്കാൻ പറ്റിയില്ല. അത് അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ, എന്താ ഇവിടെ ഇല്ലാത്തത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പുറത്തുള്ളത് ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ, ഇവിടെ ഉള്ളത് അവിടെ ഉണ്ടായിക്കൊള്ളണമെന്ന് ചോദിച്ചു. അത് കുറെ തെറി പറഞ്ഞു. തെറി പറഞ്ഞിട്ട് പിന്നെ എന്നെ അടിച്ചു. പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴാണ് അടിച്ചത്. അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 2-3 പ്രാവശ്യം അടിച്ചപ്പോ ഞാൻ തടഞ്ഞു. പിന്നെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ഇതാക്കി. അതെ, അയാളെ പറയോ നിങ്ങള്? പക്ഷെ നമ്മൾ ഇവിടെ വരാറുള്ള ആളായിരുന്നു. അപ്പൊ കുറെ ആയിട്ട് വരാറില്ല. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ജ്വല്ലറിയിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. പോലീസ് ആശുപത്രിയിലെത്തി പരിക്കേറ്റ വിനോദിന്റെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു. ലഹരിക്കടത്തിനെതിരെ പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടയിലും ടൗണിന് നടുവിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതീവ ഗൗരവമുള്ളതാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി ആവശ്യപ്പെട്ടു. CCN മണ്ണാർക്കാട്.